നെറ്റ്ഫ്ലിക്സിന്റെ ഏറെ കാത്തിരുന്ന ലൈവ് ആക്ഷൻ പരമ്പരയായ വൺ പീസ് ഇൻടു ദ ഗ്രാൻഡ് ലൈൻ സീസൺ 2 2026 മാർച്ച് 10 ലോകമെമ്പാടും റിലീസായി. ഇതിലെ 8 എപ്പിസോഡുകളും അതേ ദിവസം മുതൽ ലോകമെമ്പാടും സ്ട്രീമിംഗിന് ലഭ്യമാക്കിയിരുന്നു. മങ്കി ഡി ലൂഫിയുടെയും സ്ട്രോ ഹാറ്റ് കടൽക്കൊള്ളക്കാരുടെയും ഇതിഹാസതുല്യമായ യാത്രയാണ് ഈ സീസണിലും തുടരുന്നത്. ഗ്രാൻഡ് ലൈൻ എന്ന അപകടം നിറഞ്ഞ കടലിലേക്ക് അവർ സാഹസികമായി നീങ്ങുകയാണ്. ആദ്യ സീസണിന് ലഭിച്ച നിരൂപക പ്രശംസയുടെയും മികച്ച കാഴ്ചക്കാരുടെ എണ്ണത്തിന്റെയും പിൻബലത്തിൽ പ്രേക്ഷകരെ പുതിയ ദ്വീപുകളിലേക്കും ഐജിറോ ഓഡയുടെ പ്രശസ്തമായ മാങ്കയിലെ പ്രധാന കഥാപാത്രങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകാനാണ് ഈ രണ്ടാം സീസൺ ഒരുങ്ങുന്നത്. 2023 ഓഗസ്റ്റ് 31 റിലീസ് ചെയ്ത ആദ്യ സീസൺ മാങ്കയോട് പുലർത്തിയ വിശ്വസ്തതയ്ക്കും മികച്ച പ്രകടനങ്ങൾക്കും വലിയ നിരൂപക പ്രശംസ നേടിയിരുന്നു. അതോടെ ഫാന്റസി സാഹസിൽ ഈ ലൈവ് ആക്ഷൻ പരമ്പര ഒരു പ്രധാന ശക്തിയായി മാറുകയും ചെയ്തു. ഈ കഥയുടെ തുടർച്ച വിപുലമായ വൺ പീസ് ലോകം ലൈവ് ആക്ഷൻ രൂപത്തിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ നെറ്റ്ഫ്ലിക്സ് എത്രമാത്രം ശ്രദ്ധ നൽകുന്നു എന്നതിന്റെ തെളിവാണ്. ഈസ്റ്റ് ബ്ലൂവിൽ നിന്ന് ഗ്രാൻഡ് ലൈനിലേക്കുള്ള ഒരു തടസ്സങ്ങളില്ലാത്ത യാത്രയാണ് ആരാധകർക്ക് പ്രതീക്ഷിക്കാവുന്നത്. പുതിയ വെല്ലുവിളികളും കൂടുതൽ അപകടം നിറഞ്ഞ ഈ കടലിലെ ആദ്യത്തെ വലിയ എതിരാളികളെയും അവർക്ക് നേരിടേണ്ടിവരും. ഈ സീസണിന്റെ കഥ മാങ്കയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്നുണ്ട്. സ്ട്രോ ഹാറ്റ് സംഘത്തിന്റെ ഐതിഹാസിക നിധി കണ്ടെത്താനുള്ള യാത്രയും ലൂഫിയെ പൈറേറ്റ് കിങ്ങാക്കി മാറ്റാനുള്ള അവരുടെ ലക്ഷ്യവും കൂടുതൽ വിശദമായും ആഴത്തിലും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ സീസൺ ഉറപ്പ് നൽകുന്നത്. മൂന്നാം സീസൺ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് ഈ പരമ്പരയുടെ ദീർഘകാല സാധ്യതകളിലും കഥ പറയുന്നതിലുള്ള കഴിയിലും നെറ്റ്ഫ്ലിക്സിന് എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. രണ്ടാം സീസൺ ഇൻടു ദ ഗ്രാൻഡ് ലൈൻ ഒറിജിനൽ മാങ്കയിലെ പ്രധാനപ്പെട്ട പല കഥാഭാഗങ്ങളെയും വളരെ സൂക്ഷ്മമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലോഗ് ടൗൺ, റിവേഴ്സ് മൗണ്ടൻ, വിസ്കി പീക്ക്, ലിറ്റിൽ ഗാർഡൻ, ഡ്രം ഐലൻഡ് എന്നിവയെല്ലാം അതിൽപ്പെടും. ഈ കഥാഭാഗങ്ങളെല്ലാം സ്ട്രോ ഹാറ്റ്സിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ഗ്രാൻഡ് ലൈനിന്റെ ലോകത്തെപ്പറ്റിയും അവിടുത്തെ അപകടങ്ങളെപ്പറ്റിയുമുള്ള അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്നു. ലോഗ് ടൗണിൽ വെച്ച് ഗ്രാൻഡ് ലൈനിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് ക്രൂ നടത്തുന്നത്. അവിടെ വെച്ച് മറീൻസിന്റെ ക്യാപ്റ്റൻ സ്മോഗറെപ്പോലെയുള്ള ചില പ്രധാനപ്പെട്ട ആളുകളെയും അവർ കണ്ടുമുട്ടുന്നുണ്ട്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. മുൻപത്തെ പൈറേറ്റ് കിങ്ങായിരുന്ന ഗോൾഡി റോജറെ തൂക്കിലേറ്റിയത് ഇവിടെ വെച്ചാണ്. അതുപോലെ ലൂഫിക്ക് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നതും ഇവിടെയാണ്. ഇത് ഒരു പ്രതീകാത്മകമായി ലൂഫിയുടെ യാത്ര പാരമ്പര്യവുമായി ചേർത്ത് നിർത്തുന്നു. ലോഗ് ടൗണിന് ശേഷം ഗ്രാൻഡ് ലൈനിലേക്കുള്ള വ്യത്യസ്തമായ ഒരു പ്രവേശന കവാടമായ റിവേഴ്സ് മൗണ്ടനിലൂടെ സ്ട്രോ ഹാറ്റ്സ് കടന്നുപോകുന്നു. തുടർന്ന് അവർ വിസ്കി പീക്കിലെ ദുരൂഹതകളെ അഭിമുഖീകരിക്കുന്നു. അവിടെ വെച്ചാണ് ബറോക്ക് വർക്ക്സ് എന്ന ഓർഗനൈസേഷനെ കണ്ടുമുട്ടുന്നത്. ഈ ദ്വീപുകളിലൂടെയുള്ള യാത്ര മൊത്തത്തിലുള്ള കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല സഹായിക്കുന്നത്, ഇത് കഥാപാത്രങ്ങളുടെ, പ്രത്യേകിച്ച് തുടക്കം മുതലെയുള്ള ക്രൂ അംഗങ്ങളുടെ സ്വഭാവരൂപീകരണത്തിനും ഒരുപാട് അവസരങ്ങൾ നൽകുന്നു. കാരണം അവർ ഈസ്റ്റ് ബ്ലൂവിൽ കണ്ടതിനേക്കാൾ സങ്കീർണമായ ധാർമ്മിക ചോദ്യങ്ങളെയും കൂടുതൽ ശക്തരായ ശത്രുക്കളെയും ഇവിടെ വെച്ച് നേരിടുന്നുണ്ട്. ഓരോ സ്ഥലവും വ്യത്യസ്തമായ വെല്ലുവിളികളാണ് അവർക്ക് മുന്നോട്ട് വെക്കുന്നത്. ഇത് സ്ട്രോ ഹാറ്റ്സിനെ അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മെച്ചപ്പെടുത്താനും പരസ്പരമുള്ള ബന്ധം ദൃഢമാക്കാനും നിർബന്ധിതരാക്കുന്നു. അപകടങ്ങൾ നിറഞ്ഞ ഗ്രാൻഡ് ലൈനിൽ അതിജീവനത്തിന് ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ്. വൺ പീസ് ഇൻടു ദി ഗ്രാൻഡ് ലൈൻ സീസൺ 2 വിന്റെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമായ ഒരുപാട് പുതിയ കഥാപാത്രങ്ങളെയാണ്. ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ടോണി ചോബർ. റെയിൻഡിയറും മനുഷ്യനും ചേർന്ന ഒരു ഡോക്ടറായ ചോബറിന് ശബ്ദം നൽകിയിരിക്കുന്നത് മിക്കേൽ ഹൂവറാണ്. ഈ സീസണിൽ ബറോക്ക് വർക്ക്സ് എന്ന് പറയുന്ന ശക്തമായ ഓർഗനൈസേഷനിലെ അംഗങ്ങളും എത്തുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് സൂത്രശാലിയായ ക്രോക്കഡൈൽ അല്ലെങ്കിൽ മിസ്റ്റർ സീറോ. ഈ കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് ജോ മാഗ്നിയല്ലോയാണ്. നിക്കോ റോബിനായി ലെറ അബോവ് എത്തുന്നു. നിഗൂഢിയും ബുദ്ധിമതിയുമായ ഒരു പുരാവസ്തു ഗവേഷകയായ റോബിനെ ആദ്യം മിസ് ഓൾ സൺഡേ എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. വിവിയായി ചാരിത്രചന്ദ്രൻ എത്തുന്നു. ഒരു രഹസ്യ അജണ്ടയുള്ള രാജകുമാരിയായ വിവിയെ മിസ് വെഡ്നസ്ഡേ എന്ന പേരിലാണ് ആദ്യം പരിചയപ്പെടുത്തുക. മറ്റ് പ്രധാന കാസ്റ്റിംഗുകളിൽ വിചിത്ര സ്വഭാവമുള്ള മിസ്റ്റർ മൂന്നായി ഡേവിഡ് ഡാസ്മാൽച്ചിയാൻ, മിസ് വാലന്റൈൻ ആയി ജസാറ ജാസ്ലിൻ, പിന്നെ മിസ്റ്റർ 5 ആയി കാമറസ് ജോൺസൺ എന്നിവരും എത്തുന്നുണ്ട്. മറൈൻ ടീമിലേക്ക് വരുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ക്യാപ്റ്റൻ സ്മോക്കറായി കാലം കിറത്തുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തയായ ടഷികിയായി ജൂലിയ റവാർഡും കൂടിയുണ്ട്. ഈ പുതിയ കഥാപാത്രങ്ങളെല്ലാം ലോക്ക്ഡൌൺ, വിസ്കി പീക്ക്, ഡ്രം ഐലൻഡ് ആർക്കുകളുടെ കഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ്. സ്ട്രോ ഹാറ്റ്സ് ടീമിന്റെ യാത്രയെ പുതിയ സഖ്യങ്ങളിലൂടെയും കടുത്ത വെല്ലുവിളികളിലൂടെയും മുന്നോട്ട് നയിക്കുകയും അവരുടെ പരിധികളെ പരീക്ഷിക്കുകയും ഈ സീരീസിന്റെ ലോകം കൂടുതൽ വലുതാക്കുകയും ചെയ്യുന്നത് ഇവരാണ്. വൺ പീസ് ഇൻടു ദി ഗ്രാൻഡ് ലൈൻ രണ്ടാം സീസണിന്റെ ഷൂട്ടിംഗ് 2024 ജൂണിലാണ് തുടങ്ങിയത്. ഗ്രാൻഡ് ലൈനിന്റെ വർണ്ണാഭമായ ലോകം അതേപടി പുനഃസൃഷ്ടിക്കാൻ സഹായിക്കുന്ന വലിയ സെറ്റുകളും മനോഹരമായ പലതരം ലൊക്കേഷനുകളും ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പ്രധാനമായും ഷൂട്ടിംഗ് നടന്നത്. ആദ്യ സീസണിന് ശേഷം സ്റ്റീവൻ മെഡ മാറിയതുകൊണ്ട് മാറ്റ് ഓവൻസും ജോ ട്രസുമാണ് ഈ സീസണിന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ഏറ്റെടുത്ത് നടത്തിയത്. മാങ്ക ക്രിയേറ്ററായ ഏച്ചിറോ ഓഡയുമായി അടുത്ത സഹകരണത്തിലൂടെയാണ് ഈ സീസണിന്റെ അഡാപ്റ്റേഷൻ നടത്തിയത്. ഓഡ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും ക്രിയേറ്റീവ് കൺസൾട്ടന്റായും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സൃഷ്ടിയുടെ ആത്മാവും കഥയുടെ കെട്ടുറപ്പും ലൈവ് ആക്ഷൻ സീരീസിൽ അതേപടി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഈ പ്രോജക്ടിന്റെ ആത്മാർത്ഥതയ്ക്കും തനിമയ്ക്കും ഓഡയുടെ നേരിട്ടുള്ള പങ്കാളിത്തം വളരെ പ്രധാനമാണ്. ആദ്യ സീസൺ ഇത്രയും വിജയിച്ചതിന് പിന്നിൽ ഈ ഘടകത്തിന് വലിയ പങ്കുണ്ടെന്നും പലരും പറയുന്നു. ഡേവിൾ ഫ്രൂട്ട് ശക്തികളും ഭാവനാസമ്പന്നമായ ജീവികളും ഗംഭീരമായ കപ്പൽയുദ്ധങ്ങളും സ്ക്രീനിലേക്ക് ജീവൻ നൽകാൻ ഈ സീരീസിൽ ഒരുപാട് വിഷ്വൽ എഫക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷന്റെ സാധ്യതകളെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവർ. വൺ പീസ് ലോകത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ലൈവ് ആക്ഷൻ സീരീസാണെന്ന ബോധം ഒട്ടും ചോരാതെയാണ് സെറ്റുകളും കോസ്റ്റ്യൂമുകളും ഒരുക്കിയിരിക്കുന്നത്. വളരെ വിശദമായി ശ്രദ്ധയോടെ ചെയ്ത ഈ വർക്കുകൾ പ്രൊഡക്ഷൻ നിലവാരത്തിൽ ഇവർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു.
ഈ ശ്രദ്ധയോടെയുള്ള ബാലൻസ് മാംഗയുടെയും ആനിമയുടെയും സ്ഥിരം ആരാധകരെയും ഒപ്പം സ്ട്രോ ഹാറ്റ്സിന്റെ സാഹസിക യാത്ര ആദ്യമായി കാണുന്ന പുതിയ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഈ റിലീസിന് അപ്പുറം നോക്കുമ്പോൾ വൺ പീസ് ലൈവ് ആക്ഷൻ യൂണിവേഴ്സിന്റെ ഭാവി നെറ്റ്ഫ്ലിക്സ് ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഫ്രാഞ്ചൈസിയിലുള്ള അവരുടെ വലിയ വിശ്വാസം എടുത്തു കാണിക്കുന്ന ഒരു നീക്കമായിരുന്നു ഇത്. രണ്ടാം സീസൺ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ 2025 ഓഗസ്റ്റിൽ മൂന്നാം സീസൺ ഉണ്ടാകുമെന്ന് ഈ സ്ട്രീമിംഗ് ഭീമൻ പ്രഖ്യാപിച്ചു. മൂന്നാം സീസണിന്റെ പ്രൊഡക്ഷൻ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ സജീവമായി നടക്കുകയാണ്. ജോ ട്രാസിനൊപ്പം ഇയാൻ സ്റ്റോക്സ് സഹഷോറണറായി എത്തിയിട്ടുണ്ട്. ഒന്നാം സീസണിനും രണ്ടിനും ഇടയിലുണ്ടായ 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിലീസ് വേഗത്തിലാക്കാനാണ് ഇവരുടെ ശ്രമം. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അലബാസ്റ്റർ സാഗയാണ് ഈ മൂന്നാം സീസണിൽ ഉൾപ്പെടുത്താൻ സാധ്യത. വലിയ വ്യാപ്തിയുള്ളതും വൈകാരികത നിറഞ്ഞതും ഒരുപാട് കഥാമാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതുമായ ഈ ആർക്ക് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഒന്നിലധികം സീസണുകൾക്കായുള്ള ഈ ആസൂത്രണം ഏച്ചിറോ ഓഡയുടെ ഒറിജിനൽ മാംഗയുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് കാണിക്കുന്നു. 1100-ൽ-അധികം ചാപ്റ്ററുകളുള്ള ഈ മാംഗയിൽ നിന്ന് ഒരുപക്ഷേ 12 മുതൽ 14 വരെ ലൈവ് ആക്ഷൻ സീസണുകൾക്കുള്ള കഥാന്തരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ലൈവ് ആക്ഷൻ സീരീസ് എവിടെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അവസാനം ഒരു പ്രത്യേക ആർക്ക് മനസ്സിലുണ്ടെന്ന് ക്രിയേറ്റർ ഏച്ചിറോ ഓഡ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ദീർഘവീക്ഷണമുള്ള സമീപനം സ്ട്രോ ഹാറ്റ് പൈററ്റ്സിന് തുടർച്ചയായ ആഴത്തിലുള്ള ഒരു യാത്ര ഉറപ്പാക്കുന്നു. കൂടുതൽ വലിയ സാഹസിക യാത്രകളും കഥാപാത്രങ്ങളെ കൂടുതൽ അടുത്തറിയാൻ അവസരവും കൂടാതെ ഇതിഹാസമായ വൺ പീസ് നിധിയിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ശക്തരായ എതിരാളികളെ നേരിടേണ്ടി വരുന്നതുമെല്ലാം ഈ സീസണുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്.